കഴിഞ്ഞ ദിവസം ഒരു രസകരമായ സംഭവം നടന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോഷിയും അശ്വിനി 2 മിനിസ്റ്റേഴ്സ് അവർ രാഹുൽ ഗാന്ധിയുടെ അലിഗേഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. രാഹുൽ ഗാന്ധി അവരെ അപ്രോച്ച് ചെയ്ത് അടുത്തേക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട ഭാഗത്ത് ഭയങ്കരമായ അവർ ഭയന്ന് ഓടുന്ന ഒരു സാഹചര്യമാണ് കാണുവാനായിട്ട് ഇടയായത്. രാഹുൽ ഗാന്ധി അവരുടെ കയ്യിൽ പിടിച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ നിന്നില്ല. അവർ അലിഗേഷന് മറുപടി പറയാതെ, മാധ്യമങ്ങളെ വകവയ്ക്കാതെ അവർ ഓടിമറയുന്ന കാഴ്ചയാണ് കണ്ടത്. BJPയുടെ ഒരു പൊളിറ്റിക്കൽ അവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. പാർലമെൻറ്റിൽ അതിഭയാനകമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അലിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ആണ് ഇതിൻ്റെ ആസ്പദമെന്ന് എല്ലാവർക്കും അറിയാം. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് വന്ന വെളിപ്പെടുത്തലുകളും അതിൻ്റെ ക്ലിപ്പിങ്സിനെ കുറിച്ചുമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസാണ്. ലോകം കണ്ടതിൽ ഏറ്റവും മാരകമായ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം കഴിഞ്ഞ ദിവസം സച്ചിൻ തെണ്ടുൽക്കർ വരെ അവിടെ കടന്നു ചെന്നതായിട്ട് കാണുവാനിടയായി. അങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ പുറകിലത്തെ യഥാർത്ഥ സത്യാവസ്ഥയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വളരെ ഒതൻറ്റിക്കേറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നൊരു വേർഡ് ഞാനിവിടെ ഉപയോഗിക്കാൻ കാരണം ഇത് പറഞ്ഞായിരുന്നു, ഒതൻറ്റിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയെ ഇവർ വെല്ലുവിളിച്ചു. രാഹുൽ ഗാന്ധി ആ സെക്കൻഡ്സിൽ തന്നെ ഞാനിത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നു, ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് BJP കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഒരു ആരോപണത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ ഇവരെ വെളുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അലിഗേഷൻസ് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് മറച്ചു കളയാൻ പറ്റത്തില്ല. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ വനിതയായിട്ടുള്ള ഈ പത്രമാധ്യമ പ്രവർത്തക അമേരിക്കയിൽ ഇതിനെ പുറത്തു കൊണ്ടുവന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആളുകൾക്കെതിരെ അവർ നീണ്ട കാലത്തെ അവരുടെ പ്രയത്നമാണ്. അപ്പോൾ നാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കൽ ഞാൻ പ്രതിപാദിച്ചതാണിത്. കുഞ്ഞുങ്ങളട